മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ വന്നത്. എനിക്കതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. ഇതെന്നാ കല്യാണം കഴിക്കാം, അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരുംവരായികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി, അല്ലെങ്കിൽ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ, അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓൾ ഏഞ്ചൽസ് പഠിച്ചതാണ്, അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ്, യേശുക്രിസ്തു ഇഷ്ടമാണ്, പള്ളിയിലും പോവും. ഇന്ന് ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ്. എൻ്റെ ഷോണേ, എൻ്റെ ജോർജേ, അച്ഛനും മോനും കൂടി ഇങ്ങനെ അധികാരങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ പറയണത്, എന്തൊക്കെ ചെറ്റത്തരങ്ങളും വിടുവായത്തരം, എന്താ പറയാ, ഈ മലം മാഞ്ചിന് തിന്നണ അവസ്ഥയിൽ ഒരു അധികാരത്തിന് വേണ്ടി ഏത് അവസ്ഥയിൽ പോയില്ലേ. രാഷ്ട്രീയക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓന്തിൻ്റെ നിറം അതുക്ക് മേലെ എങ്ങനെയെന്നുള്ളൊരു പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇവർ രണ്ടുപേരും. അച്ഛൻ പറഞ്ഞു 400 പേര്, മോൻ പറഞ്ഞു 4000 പേര്. ആവശ്യപ്പെട്ടാൽ തെളിവ് സഹിതം നൽകാം. ഒരു 4000 വേണ്ട, ഒരു 100 പേരുടെ അല്ലേ. അപ്പോൾ ഇവൻ 400 പറഞ്ഞപ്പോൾ ഞാൻ 401, ഇവൻ 4001, ഇവൻ്റെ കൂട്ടി പറയണമല്ലോ. അപ്പോൾ ഇവനൊക്കെ എന്ത് ചെയ്യുന്ന നോക്കണമല്ലേ. BJP ഒന്ന് കയറിപ്പറ്റാൻ വേണ്ടി അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാണ് ഈ ചെറ്റപ്പണികൾ. ഇത്ര നാളെ കൂടെ നിർത്തി അവർ ഓട്ടൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് ഇവർക്ക് വേണ്ടെന്നോ ഇവർക്ക് പണി കൊടുത്തപ്പോൾ തിരിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി, അവരൊക്കെ ഭീകരവാദികൾ. അന്ന് അവർ ഭയങ്കരമായിട്ട് എന്തൊക്കെ അഭിനയങ്ങളായിരുന്നില്ലേ. ഈരാറ്റോടലൊക്കെ ഒരു പരിപാടിക്ക് പോയാൽ പുള്ളി ഉണ്ടാവും അവിടെ. അവസാനം നമുക്ക് എല്ലാവരും കണ്ടാണ്. എന്നാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ PC-യുടെ കുറച്ച് ഡയലോഗ് കേൾക്കാം. ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപേട്ട എന്നാണ് പറഞ്ഞ വെറുതെയല്ല. അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിന്റെ വിശ്വാസം ഞാൻ ഇവിടെ കിടക്കുന്നില്ല. നമ്മുടെ സർക്കാർ കേരളം മൊത്തം കത്തിക്കാനുള്ള സ്ഫോടക വസ്തുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് പോകുന്നില്ല, അന്വേഷിക്കുന്നില്ല? എന്താണല്ലേ ഇത്ര വലിയ വിഷയം പറഞ്ഞിട്ട് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല? അവിടെ പിടിക്കൂ, ആരാണെങ്കിലും അവനെ ശിക്ഷിക്കണം. അത് നമ്മൾ സമ്മതിക്കൂല. നമ്മൾ പറഞ്ഞത് പോയതല്ല, പുള്ളി പറഞ്ഞപ്പോൾ അത് പറഞ്ഞുള്ളൂ. അടുത്ത കേൾക്കാം. അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല, വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചിൽ താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. അതിന് സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ. 401 എന്താണ്? നിങ്ങളുടെ വീട്ടിലെ കാര്യം മാത്രം പറയുന്നില്ലേ? 401. പുള്ളി വല്ലാത്ത ദുഃഖിതനാണ്. എന്ത് ചെയ്യും എന്നോർത്ത് പുള്ളി വിഷമിക്കണം. ഒന്നും ചെയ്യണ്ട. ഒരു മതത്തിലും നിർബന്ധമായിട്ട് എങ്ങനെ മതം മാറ്റും? നിർബന്ധമായിട്ട് മതം മാറ്റിയാൽ അവൻ എങ്ങനെ മതത്തിൽ വിശ്വസിക്കും? ഏതായാലും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല നിർബന്ധമായിട്ട് മതം മാറ്റാനോ. ലക്കും ദീനുക്കും വലിയ ദീൻ. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. അത് അവന് നിനക്ക് സൗകര്യം വേണ്ടി മാത്രം ചെയ്ത ഒരാൾക്കും നിർബന്ധമില്ല. ഈ ലോകത്ത് ഞാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം. ഒരാൾ നീ ലവ് ചെയ്തിട്ട് സ്നേഹിച്ചിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടാ നിനക്ക് ഞാൻ വേറെ സ്വർഗം തരാം എന്നൊന്നും ഇവിടെ ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുവാണ് ഇപ്പം ഇന്ത്യയിൽ അന്ന് നടക്കണേ. ഒരു സമുദായത്തെ ഇതിനെങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ പൊട്ടന്മാരൊക്കെയാണ് അല്ലേ. നമുക്കിപ്പോൾ എന്താ, ഇവിടെ ചെറുകിട സ്ഥാപനങ്ങൾ ദൂരം അടച്ചുകൂട്ടിപ്പോയി. സാധാരണക്കാർ ജോലിയില്ല, പണിയില്ല, കൂലിയില്ല, എല്ലാം പ്രശ്നം. ഒരു അമ്പലോ ഒരു പള്ളിയോ എന്തിലും എടുത്തിട്ടാൽ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങോട്ട് പോകണം. നമ്മൾ അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കഴിഞ്ഞു അല്ലേ, ഈ ആറികൾക്കൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ ഇങ്ങനെ മാറ്റി നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകണം അല്ലേ. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ തമ്മിൽ തിരിച്ച് നമ്മുടെ ശ്രദ്ധ വിടുവാണ്. നമ്മുടെ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മളിത് അറിയല്ല. നമ്മളെന്തോ പണ്ടോ എന്നോ ചെയ്ത കാര്യങ്ങൾ എടുത്ത് അതിൻ്റെ സിനിമ എടുത്ത് അത് ഓടിച്ച് അതിനു വേണ്ടി ഒരാൾക്കാരെ ശത്രുതയിലാക്കി എന്ത് നേടാനാ? ഒന്നും നേടാൻ നമ്മൾ നശിക്കും. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അറിയും, പക്ഷെ ഒരുപാട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ അല്ല, ഏത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിക്കോട്ടെ, ഏതിലും നിർബന്ധം പിടിച്ച് മാറ്റാൻ പറ്റും. പ്രേമം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ പ്രേമം എന്ന് പറയുന്നത് പ്രേമിച്ച് അവനെ ഒരു മുസ്ലിമാണ് ഹിന്ദുവിനെ സ്നേഹിക്കുന്നത്, ഹിന്ദുവാണ് മുസ്ലിമിനെ സ്നേഹിക്കുകയെങ്കിൽ അല്ല അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അവരെൻ്റെ മതത്തിലേക്ക് വന്നാൽ സ്വീകരിക്കുന്ന കുടുംബങ്ങളുടെ സെറ്റപ്പായിരിക്കും അല്ലേ. അങ്ങനെ കൊണ്ടുവന്നൊരു കാര്യമുണ്ടോ?
അങ്ങനെയാണ് നിങ്ങൾ ഒരു പണി മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനി തേക്കും. ഇതിപ്പോൾ ഈ കേരളത്തിൽ മാത്രം സംഭവിക്കണമല്ല, ഇന്ത്യയിലും മൊത്തം നമ്മുടെ ഇന്റർകാസ്റ്റ് വിവാദത്തെ പറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ മിസോറാമിലാണ്. മിസോറാമിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് അല്ലേ. പിന്നെ ഉണ്ടാകും മേഘാലയ, ഗോവയിൽ 26.77%. അവിടെയും ക്രിസ്ത്യാനി കൂടുതലുള്ള സ്ഥലമല്ലേ. പഞ്ചാബിൽ 22.36%. കേരളത്തിലാണ് 21.35. ഇത് കേരളത്തിലൊരു സംഭവമൊന്നുമല്ല. ഇത് മതം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മതത്തിൻ്റെ ആൾക്കാർ കൂട്ടാനുള്ള പരിപാടിയൊന്നുമില്ല. അങ്ങനെ കൂട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? ഒരാളൊരു മതത്തിൽ വിശ്വസിച്ചോ വലുതായിട്ട് നിർബന്ധാവസ്ഥയിൽ ഒരു മതത്തിലേക്ക് മാറി അവൻ എന്തൊരു വിശ്വാസിയാണ് പേരുകൊണ്ട് ഒരു മുസ്ലിം ആക്കാനോ ഹിന്ദു ആക്കാനോ ക്രിസ്ത്യാനി ആക്കാനോ ശ്രമിച്ചിട്ട് ഒരു പുണ്ണാക്കം നടക്കാനില്ല. ഇതൊന്നുമല്ല കാര്യം. ഇവിടെ നമ്മളെ തല്ലിച്ചിട്ട് എന്തോ നേടാനുള്ള ശ്രമം. ഇത് നമ്മുടെ വല്ലാത്ത നാശത്തിലേക്കാണ് പോക്ക്. കാര്യം ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പോകില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കോമൺ ആയ രീതിയിലായിട്ടുണ്ട്. അവരെന്തും പറയാം, അവർ മോശക്കാരാണ്, അവർ എവിടെ തീവ്രവാദികളാണ്, അവർ അല്ലാത്ത രീതിയിൽ പിടിച്ചു പറിക്കുന്ന ആൾക്കാരാണ്, അവർ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മളൊന്നും നേടാൻ പോകില്ല. അതുകൊണ്ട് തന്നെ പറയും ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളെ തമ്മിൽ പിരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നാനാവിധ മതത്തിലുള്ള ആൾക്കാർ ഒത്തൊരുമയോടെ പോയി വലുതാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പം എന്താ അവസ്ഥ? ഇന്ത്യ എല്ലാത്തിലും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഡോളറിൻ്റെ നിരക്കൊക്കെ അറിയാലോ. അങ്ങനെ ഓരോ രാജ്യങ്ങൾ നമ്മളിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് നോക്കാൻ സമയമില്ല, നമ്മൾ നോക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരു അമ്പലം, ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തമ്മിൽ തല്ലിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ നോക്കൂലല്ലോ. ശരിക്കും പറഞ്ഞാൽ ശുദ്ധ പരാജയമാണ്. സാധാരണക്കാർക്ക് ജോലിയില്ല. ഇടനിലക്കാരുടെ അവസ്ഥ അറിയാലോ. അവനൊന്നും ജോലിയില്ല, വരുമാനമില്ല. എല്ലാവരും EMI കടവും ബാധ്യത, ഒരു ദിവസം ആത്മഹത്യയും എല്ലാം മദ്യവും മയക്കുമതിന് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവത്വത്തിനൊക്കെ മദ്യത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കാൻ ആളില്ലല്ലോ. പഴയ കുറച്ച് 90s 80s ഒക്കെ നിൽക്കുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മതമൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലി ചീസ കൂതറകളെ പോലത്തെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല. ഇനി അഥവാ ബോധമുള്ളവനക്ക് മയക്കുമരുന്നും കൊടുത്ത് അവൻ ഇട്ട് കഴിഞ്ഞാൽ അവൻ ആ വഴിക്ക് പോകുമെന്നറിയാം. വ്യക്തമായി എന്തോ രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞൊരു അന്താരാഷ്ട്ര കളി തന്നെയാണ് ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളത്. ഇത് നമുക്ക് ബോധം വരണം. ഇനി അഥവാ നമുക്ക് ബോധം വന്നാലും ഏതാണ്ടൊരു അവസ്ഥയായിട്ടുണ്ടാവും. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മളെ മതമൊക്കെ പറഞ്ഞ് പഴയ ബ്രിട്ടീഷുകാർ ശ്രമിച്ച അതേ ശ്രമത്തിലൂടെ നമ്മളെ 4 ഭാഗത്താക്കി എന്ത് നേടാനാണ്? നമുക്കൊന്നും നേടാനില്ല. നമ്മൾ അറിയും. ഇപ്പോഴൊന്നുമല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ഒലിച്ച് പോയിക്കുമ്പോൾ നമ്മളറിയും. അന്ന് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, അതിന് താമസം കൊടുക്കും അല്ലേ. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിക്കരുത്. ചിഹ്ന ഭിന്നമാക്കാൻ നോക്കുന്ന ഇത്തരം വർഗീയവാദ ചെറ്റ നാറികളെ സ്റ്റേജിൽ വരുന്ന കല്ലെടുത്ത് ഓടിക്കണം. ഇവനൊക്കെ അധികാരങ്ങൾ കൊണ്ട് ഏത് ചെറ്റത്ര പോയി അപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കണം. ഇവനൊക്കെ എന്തെന്നാ പറയണത്? എന്താ പറയണത്? ഇവർ ഇന്നലെയൊക്കെ ഒരു പാർട്ടിയുടെ കൂടി അതിൻ്റെ കൈ പിടിച്ചു കിടന്നു. ഇപ്പം അവർ വെറുത്തപ്പോൾ ഇപ്പം ഇവരെ പിടിച്ചു, നാളെ ഇവനെ തള്ളിപ്പറയും. രാഷ്ട്രീയം മാത്രമല്ല, സ്വന്തം അധികാരങ്ങൾക്കും പൈസയ്ക്കും വേണ്ടി കാണിക്കുന്ന നാരത്തരങ്ങളാണ്. ഇവരൊക്കെ ഒറ്റപ്പെടുത്തുക, എന്നാലേ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ. ശരിയല്ലേ?